രണ്ടാം തവണ അധികാരമേറ്റെടുത്തതിന് ശേഷം ഡൊണാൾഡ് ട്രംപ് ഈ തെക്ക് കിഴക്കൻ ഏഷ്യയിലേക്ക് വരികയാണ്. തെക്ക് കിഴക്കൻ ഏഷ്യയിലേക്ക് അദ്ദേഹം വരുന്ന സാഹചര്യം എല്ലാവർക്കും അറിയാം. ലോകത്തൊട്ടാകെ അദ്ദേഹം വിവിധ തരത്തിലുള്ള ചുങ്കങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് വരുന്നത്. അദ്ദേഹം ഇങ്ങോട്ട് വരുന്നതിന് തൊട്ടു മുമ്പ് കാനഡയുമായിട്ടുള്ള ഒരു വ്യാപാര ചർച്ച നിർത്തിവെച്ചുകൊണ്ടാണ് അദ്ദേഹം വരുന്നത്. ഇവിടെ വരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ചർച്ച നടത്തുക എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഷീ ജിൻപിങ്ങുമായി ചർച്ച നടത്തേണ്ട നിരവധി പ്രശ്നങ്ങൾ അമേരിക്കയുമായിട്ടുണ്ട്. ഒരുപാട് ചുങ്കം ഏർപ്പെടുത്താനുള്ള ഭീഷണി, നവംബർ 1 മുതൽ പുതിയ ഒരു ചുങ്കം ചൈനയ്ക്കെതിരെ ഏർപ്പെടുത്തുമെന്നുള്ള ഭീഷണിയൊക്കെ ആയിട്ടാണ് വരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ചൈനയും അമേരിക്കയും ലോകത്തിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും സാമ്പത്തിക, സൈനിക, രാഷ്ട്രീയ ശക്തികളാണ്. അവർ തമ്മിൽ അമേരിക്കയുടെ വലിയ വ്യാപാര പങ്കാളിയാണ് ചൈന, ചൈനയുടെ വലിയ വ്യാപാര പങ്കാളിയാണ് അമേരിക്ക. എന്ന് മാത്രമല്ല, ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഈ രണ്ട് രാജ്യങ്ങളെയും അപേക്ഷിച്ചാണ് നിൽക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ വിവിധ തലങ്ങളിൽ, സാമ്പത്തിക കാര്യങ്ങളിൽ മാത്രമല്ല രാഷ്ട്രീയ കാര്യങ്ങളിൽ പോലും വലിയ മത്സരങ്ങളും വെല്ലുവിളികളും അവർ പരസ്പരം നടത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ സംഘർഷങ്ങൾക്ക് അയവ് വരുമോ എന്ന് ലോകം ഉറ്റുനോക്കുന്ന സന്ദർഭത്തിലാണ് ട്രംപ് ഈ പറഞ്ഞ രാജ്യങ്ങളിലേക്കുള്ള മലേഷ്യയിൽ നടക്കുന്ന ആസിയാൻ സമ്മേളനത്തിലേക്കും പിന്നെ സൗത്ത് കൊറിയയിൽ നടക്കുന്ന അപെക് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് വരുന്നത്. ഇവിടെ വെച്ച് ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ഡൊണാൾഡ് ട്രംപ് ചർച്ച നടത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ കാണേണ്ട ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അമേരിക്കയ്ക്ക് പല കാര്യങ്ങളിൽ ചൈനയുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ചൈനയ്ക്ക് അമേരിക്കയുമായിട്ടുള്ള കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ പ്രശ്നങ്ങളിലൊക്കെ ഒരു അയവ് വരുമോ, പ്രത്യേകിച്ചും വ്യാപാര കാര്യങ്ങളിൽ, 100% ചുങ്കം ഏർപ്പെടുത്തും, അത് നവംബർ 1 മുതൽ നിലവിൽ വരും എന്ന് പറയുന്ന ചുങ്കമൊക്കെ നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം വരുന്നത്. ഇത് അങ്ങനെ ഏർപ്പെടുത്തിയാൽ ഒരു ചർച്ച വിജയിച്ചേക്കാം എന്ന സൂചനകളും ഉണ്ട്, ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം എന്നുള്ള സൂചനകളുമുണ്ട്. വിജയിച്ചാൽ തീർച്ചയായിട്ടും അത് ലോകത്തിന്റെ സാമ്പത്തിക രംഗത്തിന് വളരെ വലിയ ആശ്വാസം നൽകും. കാരണം അമേരിക്ക ഏർപ്പെടുത്തുന്ന നിരവധി ഉപരോധങ്ങളുണ്ട്, ചുങ്കങ്ങളുണ്ട്. അവയോടൊക്കെ പ്രതികരിക്കുന്ന തരത്തിലുള്ള നിലപാടാണ് ഇപ്പോൾ ചൈന സ്വീകരിച്ചിരിക്കുന്നത്. ഏറ്റവും അവസാനം അപൂർവ ധാതുക്കളുടെ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി നിർത്തിക്കൊണ്ട്, റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട് അങ്ങനെയാണ് ചൈന പ്രതിരോധം ഏർപ്പെടുത്തിയത്. അത് എപ്രകാരം പരിഹരിക്കുമെന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്ന കാര്യം. തീർച്ചയായിട്ടും നേരിട്ടുള്ള രണ്ട് നേതാക്കന്മാർ തമ്മിൽ നേരിട്ടുള്ള ചർച്ചകൾ ഫലം കണ്ടേക്കാം. കാരണം ആ ചർച്ചകൾക്ക് മുന്നോടിയായി ഈ രണ്ട് രാജ്യങ്ങളുടെയും റെപ്രസെന്റേറ്റീവ്സ്, സ്കോട്ട് ബെസന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ, അമേരിക്കയുടെ ചൈനയുടെ വൈസ് പ്രസിഡന്റും ഒക്കെ ആയിട്ട് ചർച്ചകൾ നടന്നിട്ടുണ്ട് പല തലങ്ങളിൽ. ചില കാര്യങ്ങളിലൊക്കെ അവർ തമ്മിൽ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ചർച്ച ഫലപ്രദമാകും. ചർച്ച ഫലപ്രദമായാൽ തീർച്ചയായിട്ടും അത് ലോകത്തിന് വലിയ ആശ്വാസമായിരിക്കും. അതല്ലെങ്കിൽ പുതിയ ഒരു 100% തീരുവ കൂടി ചൈനയുടെ ഉൽപ്പന്നങ്ങളുടെ മേൽ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അത് വളരെ വലിയ ബുദ്ധിമുട്ടുകൾ, തീർച്ചയായിട്ടും ചൈന അതിനോട് വീണ്ടും ശക്തമായി പ്രതികരിക്കുകയും അങ്ങനെ വരുമ്പോൾ അത് വലിയ വെല്ലുവിളികളിലേക്ക് പോവുകയും ചെയ്തേക്കാം. ഇപ്പോൾ ഈ പറഞ്ഞ തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ച ഫലപ്രദമാകട്ടെ എന്നാണ് ലോകം ആഗ്രഹിക്കുന്നത്.